കെഎസ്ആർടിസിയുടെ പുതിയ സ്മാർട്ട് കാർഡ് സമ്പ്രദായം നടപ്പാക്കൽ വേണ്ടത്ര പഠനം നടത്താതെയെന്ന് വിലയിരുത്തൽ. സ്മാർട്ട് കാർഡ് പ്ലാനുകളിൽ ഏറെ അപാകതകൾ. പ്രഖ്യാപിച്ച വിലയേക്കാൾ ഗ്യാസ് സിലിണ്ടറിന് കൂടുതൽ തുക ഈടാക്കുന്നുവെന്ന പരാതി പരിശോധിക്കുമെന്ന് ഗ്യാസ് കമ്പനി അധികൃതർ. TCV ഫോളോ അപ്പ്. പഴുവിൽ പാലത്തിൽ അനുദിനം വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്കും അപകടങ്ങളും ഒഴിവാക്കാൻ അടിയന്തര യോഗത്തിൽ തീരുമാനം. ഗീതാഗോപി MLAയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. കോൺഗ്രസ് പ്രവർത്തകർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉപരോധ സമരം നടത്തി. നോട്ട് റദ്ദാക്കി കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും നോട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു സമരം. കൊടകര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ആയിരങ്ങളെത്തി. ആഘോഷത്തിൽ പങ്കെടുത്തത് 19 കാവടി സെറ്റുകൾ. നമസ്കാരം, ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. കെഎസ്ആർടിസിയുടെ പുതിയ സ്മാർട്ട് കാർഡ് സമ്പ്രദായം നടപ്പാക്കൽ വേണ്ടത്ര പഠനം നടത്താതെയെന്ന് വിലയിരുത്തൽ. സ്മാർട്ട് കാർഡ് പ്ലാനുകളിൽ അപാകതകൾ ഏറെ. കെഎസ്ആർടിസിയിലെ സ്ഥിരയാത്രക്കാർക്കും ദീർഘദൂര യാത്രക്കാർക്കുമായി പുതിയ സ്മാർട്ട് കാർഡ് സമ്പ്രദായം കഴിഞ്ഞ ദിവസമാണ് മാനേജിംഗ് ഡയറക്ടർ MG രാജമാണിക്യം പ്രഖ്യാപിച്ചത്. ബ്രോൺസ് കാർഡ്, സിൽവർ കാർഡ്, ഗോൾഡ് കാർഡ്, പ്രീമിയം കാർഡ് എന്നിങ്ങനെയാണ് 4 പ്ലാനുകൾ. 1000 രൂപയുടെ ബ്രോൺസ് കാർഡിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകളിൽ പരിധിയില്ലാതെ സഞ്ചരിക്കാം. എന്നാൽ ജില്ലയ്ക്ക് പുറത്തേക്ക് സഞ്ചരിക്കാനാവില്ല. അതായത് തൃശൂരിൽ നിന്ന് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്ക് പോകാനാവില്ല എന്നർത്ഥം. എന്നാൽ ആ ജില്ലയ്ക്കുള്ളിലെ ബസ്സുകളിൽ എവിടെയും യാത്ര ചെയ്യാം. അമ്യൂസ്മെന്റ് പാർക്കുകളിൽ റൈഡിംഗിന് ടിക്കറ്റ് എടുക്കുന്ന പോലെ യാത്ര ചെയ്ത് മുതലാക്കാൻ ആരും KSRTC ടിക്കറ്റ് എടുക്കുന്നില്ല എന്നാണ് യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. 1500, 3000, 5000 രൂപയ്ക്കുള്ള കാർഡുകളാണ് മറ്റ് യാത്രാ പ്ലാനുകൾ. 5000 രൂപയുടെ പ്രീമിയം കാർഡ് എടുത്താൽ മാത്രമേ സംസ്ഥാനാന്തര ബസ്സുകളിൽ യാത്ര ചെയ്യാനാവൂ. അതും സ്കാനിയ, വോൾവോ ബസ്സുകളിൽ യാത്ര ചെയ്യാനാവില്ല. ട്രെയിൻ സീസൺ ടിക്കറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ 5ഉം 10ഉം ഇരട്ടി തുകയാണ് KSRTC ഈടാക്കുന്നത്. വേണ്ടത്ര പഠനം നടത്താത്തത് മൂലമാണ് ഈ തലതിരിഞ്ഞ പ്ലാനുകൾ നടപ്പാക്കുന്നതെന്ന് യാത്രക്കാർ കുറ്റപ്പെടുത്തുന്നു. ഇത്രയും തുക മുടക്കുന്ന കാർഡുകൾ 1 മാസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുകയും വേണം. ATM കാർഡിന്റെ വലിപ്പമുള്ള സ്മാർട്ട് കാർഡുകളിൽ ഹോളോഗ്രാം ഉണ്ടായിരിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ കാർഡ് പുറത്തിറക്കും. പ്രത്യേക തിരിച്ചറിയൽ കാർഡും ഒപ്പം നൽകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 10,000 കാർഡുകൾ ഇറക്കുമെന്നാണ് KSRTC MD വ്യക്തമാക്കിയത്. 1 മാസം കഴിയുമ്പോൾ കാർഡ് പുതുക്കാമെന്നും പറയുന്നു. നോട്ട് പിൻവലിക്കൽ മൂലമുള്ള പ്രതിസന്ധി സ്മാർട്ട് കാർഡിലൂടെ മറികടക്കാമെന്നാണ് KSRTCയുടെ വിലയിരുത്തൽ. എന്നാൽ കാർഡ് അടിച്ചിറക്കിയത് തന്നെ മറ്റൊരു പ്രതിസന്ധിയാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. TCV തൃശൂർ. പ്രഖ്യാപിച്ച വിലയേക്കാൾ ഗ്യാസ് സിലിണ്ടറിന് കൂടുതൽ തുക ഈടാക്കുന്നുവെന്ന പരാതി സംബന്ധിച്ച് പരിശോധിക്കുമെന്ന് ഗ്യാസ് കമ്പനി അധികൃതർ. 2 രൂപ വില വർധനമെന്ന വാർത്തയ്ക്ക് വിരുദ്ധമായി 50ലധികം രൂപ പാചകവാതകത്തിന് വർധനവ് വന്നിട്ടുണ്ടെന്നാണ് ജില്ലയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയും ഭാരത് പെട്രോളിയത്തിന്റെയും പ്രതിനിധികൾ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം TCV ഇത് സംബന്ധിച്ച് വാർത്തയും നൽകിയിരുന്നു. പാചകവാതകത്തിന് കഴിഞ്ഞ മാസം ഈടാക്കിയ തുകയേക്കാൾ 57 രൂപയോളം ഏജൻസികൾ അധികമായി ഈടാക്കുന്നതായാണ് TCV വാർത്ത നൽകിയിരുന്നത്. സബ്സിഡി കണക്കാക്കുന്ന കാര്യത്തിലോ മറ്റോ ഏതെങ്കിലും അപാകത ഉണ്ടായതാണോ നിരക്ക് വർധനവിന് കാരണമെന്നും വ്യക്തമല്ല എന്നും ഇക്കാര്യം പരിശോധിക്കുമെന്നും ഗ്യാസ് കമ്പനി പ്രതിനിധികൾ വിശദമാക്കി. സാധാരണ എന്താണെന്ന് അറിയാം, ഇങ്ങനെ വില കൂടി പേപ്പറിൽ ഇങ്ങനെ കാണുമ്പോൾ അത് സബ്സിഡി എമൗണ്ടിന് വ്യത്യാസം വന്നതാണ്. സബ്സിഡി എമൗണ്ട് ബാങ്കിൽ പോകുന്നത് കൂട്ടിക്കാണും. തൃശ്ശൂരിന് നമ്പർ റേറ്റ് 548 ആയിരുന്നു സബ്സിഡി ഇല്ലാത്തത്. സബ്സിഡി 544ഉം 548 ആയിരുന്നു. ഇപ്പൊ തൃശ്ശൂരത്തെ 605 605ഉം 599. 50-55 റുപ്യാണ് വ്യത്യാസം വന്നിട്ടാണ്. ഈ 519 പോകുമ്പോൾ ബാങ്കിൽ എത്ര സബ്സിഡി പോകണം നോക്കണം. ചിലപ്പോൾ അത് കൂടി കുറച്ചതാണ്. കഴിഞ്ഞ തവണ 60 രൂപയായിരുന്നു. ഇത്തവണ എത്ര രൂപ പോകുമെന്ന് അറിയണം. അപ്പോ അങ്ങനെ വരുമ്പോ ഈ പേപ്പറിലെ കാൽക്കുലേഷൻ അത് എന്താണെന്ന് അറിയില്ല. ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് 1 റുപ്യ കൂടി എന്ന് പറഞ്ഞാൽ നോക്കിയപ്പോൾ ശരി നമുക്ക് മനസ്സിലായി. പിന്നീട് മനസ്സിലായത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത്. പഴുവിൽ പാലത്തിൽ അനുദിനം വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്കുകളും അപകടങ്ങളും ഒഴിവാക്കുവാൻ പ്രായോഗിക നടപടികൾ ഉടൻ കൈക്കൊള്ളുവാൻ ഗീതാഗോപി MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനമായി. പഴുവിൽ പാലം മുതൽ ഷെഡ് വരെ 15 മിനിറ്റ് ഇടവിട്ട് ബസ് സർവീസ്, ഗതാഗതം നിയന്ത്രിക്കുവാൻ പോലീസ് സാന്നിധ്യം എന്നിവ ഉറപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. പാലത്തിന്റെ കൈവരികൾ ബലപ്പെടുത്തൽ, സൂചനാ ബോർഡുകൾ സ്ഥാപിക്കൽ തുടങ്ങിയവ അടിയന്തരമായി നടപ്പിലാക്കുവാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് അതത് ദിവസങ്ങളിൽ തന്നെ പരിശോധിക്കുവാനും വിലയിരുത്തുവാനും ജനപ്രതിനിധികൾ അടക്കമുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെയും ചുമതലപ്പെടുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന പഴുവിൽ പാലത്തിലെ ഗതാഗതക്കുരുക്കുകളും യാത്രാക്ലേശങ്ങളും അപകടങ്ങളും ഒഴിവാക്കാനായി നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് MLAയുടെ നേതൃത്വത്തിൽ ചാടൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ യോഗം വിളിച്ചുകൂട്ടിയത്. തീരുമാനങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു.
തൃശൂരിൽ നിന്ന് കിഴപ്പള്ളിക്കര റോഡിലൂടെയുള്ള ബസ് സർവീസിന് പുറമെ പഴുവിൽ പാലം മുതൽ പെരിങ്ങോട്ടുകര ഷെഡ് വരെ രാവിലെ 6:30 മുതൽ വൈകിട്ട് 7:30 വരെ 15 മിനിറ്റ് ഇടവിട്ട് ഒരു ബസ് 7 രൂപ നിരക്കിൽ സർവീസ് നടത്തും. നിലവിൽ യാത്രാ സൗകര്യമില്ലാത്ത പാലം മുതൽ ഷെഡ് സ്റ്റോപ്പ് വരെയുള്ള മേഖലകളിലെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെയും വിവിധ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന നൂറുകണക്കിന് യാത്രക്കാരുടെയും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാനാണ് ഷട്ടിൽ സർവീസ്. ഇതിനായി കളക്ടറുടെ അനുവാദം വാങ്ങിക്കുവാൻ RTOയെ യോഗം ചുമതലപ്പെടുത്തി. ട്രാഫിക് നിയന്ത്രണത്തിനായി അന്തിക്കാട് ചേർപ്പ് പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. പഴയ പാലത്തിന്റെ തകർന്നു കിടക്കുന്ന കൈവരികൾ സുരക്ഷിതമാക്കുന്നതിന് PWD ബ്രിഡ്ജസ് AXCക്കും സൂചനാ ബോർഡുകൾ വെക്കുന്നതിന് PWD ഓവർസിയർക്കും ചുമതല നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത അരവിന്ദാക്ഷൻ, വൈസ് പ്രസിഡന്റ് VR ബിജു, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, RTO, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, ചേർപ്പ് അന്തിക്കാട് SIമാർ, പൊതുമരാമത്ത് ബ്രിഡ്ജസ് AXC ഓവർസിയർ, പഞ്ചായത്ത് സെക്രട്ടറി, ബസ് ഉടമസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പുതിയ പാലത്തിന്റെ 22 പൈലിംഗുകളിൽ 20 എണ്ണവും പൂർത്തിയായി. 1.5 മാസം മുൻപ് നിർമ്മാണം ആരംഭിച്ച പ്രവൃത്തി 6 മാസം എന്ന കാലയളവിനുള്ളിൽ തന്നെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനാകുമെന്നും ജനപ്രതിനിധികളുടെ ചോദ്യത്തിന് മറുപടിയായി പാലം ചുമതലക്കാരായ ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. TCV അന്തിക്കാട്. നോട്ട് റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും നോട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് പ്രവർത്തകർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉപരോധ സമരം നടത്തി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസുകളും കേന്ദ്ര സർക്കാർ ഓഫീസുകളും അടക്കം ജില്ലയിലെ 95 കേന്ദ്രങ്ങളിലാണ് ഉപരോധ സമരം നടത്തിയത്. തൃശൂർ നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. DCC പ്രസിഡന്റ് PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറിയും കൌൺസിലറുമായ ജോൺ ഡാനിയൽ അധ്യക്ഷനായിരുന്നു. മുൻ MLA അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ, മുൻ മേയർ IP പോൾ, കൌൺസിലർമാരായ A പ്രസാദ്, ലാലി ജെയിംസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് സുനിൽ ലാലൂർ തുടങ്ങി DCC ഭാരവാഹികളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും സമരത്തിൽ പങ്കാളികളായി. തൃശൂർ പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വടക്കാഞ്ചേരി നഗരസഭ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. DCC സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. NR രാധാകൃഷ്ണൻ, PV നാരായണസ്വാമി, സിന്ധു സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കടങ്ങോട് റോഡ് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് TK ദേവസി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന ധർണ DCC സെക്രട്ടറി TK ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MK ജോസ് അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ ഷാജൻ കുണ്ടന്നൂർ, MM സലീം, MM നിഷാദ്, PS മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേലക്കര പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. DCC സെക്രട്ടറി E വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TM കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ, സരോജിനി ഭരതൻ, TA കേശവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തകർ ചേലക്കര ടൗണിൽ പ്രകടനവും നടത്തി. പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ പോസ്റ്റ് ഓഫീസ് പിക്കറ്റിംഗ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് TR അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പിക്കറ്റിംഗ് നടത്തി. വരന്തരപ്പള്ളി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ഉപരോധ സമരം മുൻ DCC പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് A ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ആമ്പല്ലൂർ BSNL ഓഫീസിന് മുന്നിൽ നടന്ന ഉപരോധ സമരം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ഉപരോധ സമരം മുൻ MLA MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TV പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പോസ്റ്റ് ഓഫീസ് പിക്കറ്റിംഗ് DCC ജനറൽ സെക്രട്ടറി P യതീന്ദ്രദാസ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KC പ്രദോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കനറ ബാങ്കിലേക്ക് നടത്തിയ മാർച്ച് DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. മാള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഴൂർ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. KPCC സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പോസ്റ്റ് ഓഫീസ് പിക്കറ്റിംഗ് സംഘടിപ്പിച്ചു. അന്തിക്കാടും ചെമ്മപ്പള്ളിയിലും നടന്ന പിക്കറ്റിംഗ് സമരം മുൻ DCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് നടന്ന പിക്കറ്റിംഗ് ഉപരോധ സമരത്തിൽ പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. ചെമ്മപ്പള്ളിയിൽ നടന്ന പിക്കറ്റിംഗിൽ താന്യം പഞ്ചായത്ത് കോൺഗ്രസ് ഐ മണ്ഡലം പ്രസിഡന്റ് അജയൻ പൊറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം BSNL ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം DCC സെക്രട്ടറി KC സുനിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബിജു C ബേബി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. PK ബാബു അധ്യക്ഷത വഹിച്ചു.
കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപരോധിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ശിവൻ കണ്ണോളി, അനിൽ പുളിക്കൽ, P വിനു, PM സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. കോൺഗ്രസ് ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസ് പിക്കറ്റ് ചെയ്തു. DCC ജനറൽ സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് പാർട്ടി ലീഡർ ആന്റോ തോമസ് അധ്യക്ഷത വഹിച്ചു. സിജോയ് ചെറിയാൻ, ലോറൻസ് പൂക്കോട്, AP മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസുമായി ഉന്തും തള്ളും നടന്നു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാവറട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പാവറട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AT സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ സലീം അധ്യക്ഷത വഹിച്ചു. ഷാജഹാൻ പെരുവല്ലൂർ, NP കാദർമോൻ, കമാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാക പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AP സാജു അധ്യക്ഷത വഹിച്ചു. വർഗീസ് മാനത്തിൽ, CJ സ്റ്റാൻലി, ലിസി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MP സയ്യിദു മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ലിജോ പനക്കൽ, ക്ലമന്റ് ഫ്രാൻസിസ്, P മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കടങ്ങ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SBI ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് BG അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേഷ് വെണ്ണേങ്കോട്ട് അധ്യക്ഷനായിരുന്നു. ആന്റോ ജോൺസൺ, ഗ്രേസി ജേക്കബ്, K ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് EI നജീബ് അധ്യക്ഷത വഹിച്ചു. ES സാബു, രാജീവ് പടിഞ്ഞാറ്റ്, പ്രൊഫസർ KK രവി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോസ് TCV. ഇടവേള. ഗ്രാമവാർത്തകൾ തുടരുന്നു. കൊടകര കുന്നത്രുകോവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വൃശ്ചിക ഷഷ്ടി ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ആയിരങ്ങളെത്തി. തിങ്കളാഴ്ച പുലർച്ചെ 4 പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് പാൽ, പനിനീര്, ഇളനീര്, കളഭം, പഞ്ചാമൃതം തുടങ്ങിയ അഭിഷേക ദ്രവ്യങ്ങളുമായി കുന്നിന് മുകളിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് അഭിഷേക സംഘം പുറപ്പെട്ടതോടെയാണ് 24 മണിക്കൂർ നീളുന്ന ഷഷ്ടി ആഘോഷത്തിന് തുടക്കമായത്. ക്ഷേത്രം ഊരാളനും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ദേവസ്വം ഭാരവാഹികളും അടങ്ങുന്ന അഭിഷേക സംഘം കുന്നത്രുകോവിലെത്തി അഭിഷേകം നടത്തിയ ശേഷമാണ് ഭക്തജനങ്ങളുടെ അഭിഷേകങ്ങൾ ആരംഭിച്ചത്. വിവിധ കാവടി സമാജങ്ങളുടെ അഭിഷേകവും കുന്നത്രുകോവിൽ ക്ഷേത്രത്തിൽ നടന്നു. തുടർന്ന് വിവിധ കാവടി സമാജങ്ങളിൽ നിന്ന് കാവടി ഘോഷയാത്രകൾ പുറപ്പെട്ടു. 19 കാവടി സെറ്റുകളാണ് ഇക്കുറി ആഘോഷത്തിൽ പങ്കെടുത്തത്. പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനത്തെത്തിയ കാവടി സെറ്റുകൾ ഊഴമനുസരിച്ച് പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിൽ പ്രവേശിച്ച് പകലാട്ടം അവസാനിപ്പിച്ചു. വിശ്വബ്രാഹ്മണ സമാജം വക കാവടി സെറ്റാണ് ആദ്യം ക്ഷേത്ര മൈതാനത്ത് പ്രവേശിച്ചത്. തുടർന്ന് മറ്റു സെറ്റുകളും എത്തി. പൂനിലാർക്കാവിൽ നിന്ന് ചെട്ടിവാദ്യത്തിന്റെ അകമ്പടിയോടെ കുന്നത്രുകോവിൽ ക്ഷേത്രത്തിലേക്ക് ഭസ്മക്കാവടി എഴുന്നള്ളിപ്പ് നടന്നു. കാവടിക്ക് പുറമെ നാടൻ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, ദേവനൃത്തം എന്നിവയും ഷഷ്ടി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. നോട്ട് ക്ഷാമം നാട്ടിൽ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി കൊടകര ഷഷ്ടി ആഘോഷത്തിന്റെ പൊലിമയ്ക്ക് തെല്ലും മങ്ങലേൽപ്പിച്ചില്ല. ചെറിയ നോട്ടുകളുടെ ക്ഷാമം ഷഷ്ടി ആഘോഷത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ജനപങ്കാളിത്തം കുറയുമെന്നും പരക്കെ ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും കാവടി ഘോഷയാത്ര കാണാനും ക്ഷേത്ര ദർശനത്തിനും 10,000 തിങ്കളാഴ്ച കൊടകരയിലെത്തി. ഉരുകുന്ന വേനൽ ചൂടിനെ വകവയ്ക്കാതെയാണ് ജനക്കൂട്ടം റോഡിൽ തിങ്ങി നിറഞ്ഞത്. നോട്ടുകൾക്ക് കടുത്ത ക്ഷാമം നേരിടുന്നതിനിടയിലും നാഗസ്വര വാദകരുടെയും തകിൽ വാദ്യക്കാരുടെയും നോട്ടുമാലകൾ ചാർത്തി ആദരിക്കാനും ആഘോഷപ്രേമികൾ മറന്നില്ല. കൌൺസിലർമാർക്ക് ഓണറേറിയം ലഭിക്കാത്ത വിഷയത്തിൽ കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തർക്കം. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. പ്രതിമാസം 3 ലഭിക്കുന്ന ഓണറേറിയം ബാങ്കുകളിൽ നിന്ന് പണം ലഭിക്കുന്നില്ലെന്ന കാരണത്താലാണ് ഇക്കുറി വൈകിയത് എന്നാണ് കൌൺസിലർ KB സലീൽ യോഗത്തിൽ പറഞ്ഞത്. എന്നാൽ നഗരസഭ അക്കൌണ്ടിൽ ആവശ്യത്തിന് ഫണ്ടുണ്ടെന്നും ഇത് കൌൺസിലർമാരുടെ അക്കൌണ്ടുകളിലേക്ക് മാറ്റിയിട്ട ശേഷം ATM കാർഡ് ഉപയോഗിച്ച് എടുക്കാവുമെന്നതാണ് KK മുരളി പറഞ്ഞു. നഗരസഭ അക്കൌണ്ടിൽ ആവശ്യത്തിന് പണമുണ്ടെങ്കിലും ഇതെടുക്കാനാകില്ല എന്നതാണ് പ്രശ്നമെന്നും ഇത് രാജ്യത്ത് മുഴുവനുണ്ടെന്നും കൌൺസിലർമാർക്ക് എങ്ങനെ ഓണറേറിയം നൽകാമെന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ PM സുരേഷ് പറഞ്ഞു. സ്വകാര്യ ഓഡിറ്റോറിയങ്ങൾക്ക് നിസ്സാര നികുതി ഈടാക്കുന്ന പശ്ചാത്തലത്തിൽ സ്കൂൾ ഓഡിറ്റോറിയങ്ങൾക്ക് വൻ നികുതി ചുമത്തി എന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിൽ കുന്നംകുളം ബദനി ഇംഗ്ലീഷ് ഓഡിറ്റോറിയത്തിന് നികുതി ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഫിനാൻസ് കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിക്കുവാൻ യോഗത്തിൽ ധാരണയായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ ചാവക്കാട് താലൂക്ക് കൺവെൻഷൻ ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ അറിയിച്ചു.
ഉച്ചതിരിഞ്ഞ് 2-ന് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം ഉമ്മർ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ എ അഷ്റഫ്, NS പ്രസാദ്, KK സുഗതൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം, സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ സെമിനാർ നടത്തി. ഡോക്ടർ AJ ജയന്തൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഡോക്ടർ ലേഖ ഗണേഷ് അധ്യക്ഷയായി. ഡോക്ടർ EA നസി, P ശ്രീരേഖ, KU ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിക്ക് ചൊവ്വാഴ്ച വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമാകുമെന്ന് പ്രസിഡന്റ് ഷിജിത് വടക്കുംചേരി തൃപ്രയാറിൽ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 2-ന് തൃത്തല്ലൂർ ആശുപത്രിക്ക് സമീപം നടക്കുന്ന ചടങ്ങിൽ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിക്കും. പഞ്ചായത്തിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകളിൽ നിന്നും വീടുകളിൽ നിന്നും കുട്ടികൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ സംഭരിച്ച് അതത് വാർഡുകളിൽ 3 ഇടങ്ങളിലായി സൂക്ഷിക്കും. 20% പ്ലാസ്റ്റിക് ചേർത്ത് ടാർ നിർമ്മിക്കുന്നതിനായാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നൈലോൺ, പേപ്പർ സഞ്ചികൾ വിപണിയിലിറക്കാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രസിഡന്റ് ഷിജിത്ത് പറഞ്ഞു. AA അബു, IN സുധീഷ്, ഓമന മധുസൂദനൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശുഭയാത്ര സുരക്ഷിത യാത്ര പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ രാത്രി വാഹനം ഓടിക്കുന്നവർക്കായി സൗജന്യ ചുക്ക് കാപ്പി വിതരണം ആരംഭിച്ചു. ഗുരുവായൂർ പോലീസ് സ്റ്റേഷന് സമീപം ആരംഭിച്ച ചുക്കുകാപ്പി വിതരണത്തിന് ഉദ്ഘാടനം ACP PS ശിവദാസൻ നിർവഹിച്ചു. CI E ബാലകൃഷ്ണൻ, SI ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാത്രി 12 മണി മുതൽ പുലർച്ചെ വരെയാണ് ചുക്കുകാപ്പി വിതരണം. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെയും സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ വിഭാഗത്തിന്റെയും സഹകരണത്തോടെ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് മണ്ണ് പരിശോധനയും കാർഷിക സെമിനാറും നടത്തി. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ സെയ്തു അധ്യക്ഷയായി. മണ്ണ് പരിശോധനയും പോഷണവും എന്ന വിഷയത്തെക്കുറിച്ച് കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ ഗീത ബോധവൽക്കരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം EC ശശിധരൻ, ഡോക്ടർ പ്രേമ, കൃഷി ഓഫീസർ മിനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തൊട്ടിപ്പാളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. മേഖലയിലെ പല സ്ഥലങ്ങളിലായാണ് പൈപ്പ് പൊട്ടി 2 ആഴ്ചയോളം കുടിവെള്ളം പാഴാകുന്നത്. ഇരിങ്ങാലക്കുട വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും എടുത്തില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. തൊട്ടിപ്പാൾ, മുളങ്ങ്, നെടുമ്പാൾ, പള്ളം എന്നിവിടങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പുകളാണ് പൊട്ടിയിരിക്കുന്നത്. പ്രദേശത്തെ ഹരിജൻ കോളനികൾ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് ദിവസങ്ങളായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായത്. 200 മീറ്റർ ചുറ്റളവിൽ 5 സ്ഥലങ്ങളിലാണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതോടെ ഏറെ ദുരിതമാണ് നാട്ടുകാർ അനുഭവിക്കുന്നത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയിൽ ദിവസങ്ങളായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്ന് BJP തൊട്ടിപ്പാൾ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ചേർന്നു. തുടർന്ന് ബൂത്ത് പ്രസിഡന്റ് V കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതർക്ക് പരാതി നൽകി. ചാലക്കുടി അന്നനാട് ആറങ്ങാലിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ കാടുകുറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ മാർച്ച് നടത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിൽക്കുന്നുവെന്നാരോപിച്ചായിരുന്നു മാർച്ച്. കോടതി നിർദ്ദേശമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പഞ്ചായത്ത് സെക്രട്ടറി കമ്പനിക്കാർക്ക് പ്രവർത്തനത്തിന് രേഖാമൂലം അനുമതി നൽകിയതെന്ന് സമരസമിതി ചെയർമാൻ മോളി തോമസ് പറഞ്ഞു. സ്ത്രീപീഡന കേസിൽ കുറ്റാരോപിതനായ ഗുരുവായൂർ നഗരസഭ മുൻ സെക്രട്ടറി രഘുരാമനെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസ് കാലതാമസം വരുത്തുന്നത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് ജനതാദൾ എസ് മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു. ഇരയുടെ ഭാഗം കേൾക്കണമെന്ന സാമാന്യ രീതി നടപ്പിലാക്കണമെന്നും നഗരസഭാ സെക്രട്ടറിയെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വലപ്പാട് സബ് ജില്ലാ സ്കൂൾ കലോത്സവം ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. വലപ്പാട് AEO TD അനിതാകുമാരി കൊടിയേറ്റം നിർവഹിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV അശോകൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ഇർഷാദ് K ചേറ്റുവ, ജോമി ഫ്രാൻസിസ് മെക്കാട്ടുകുളം, CKB ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രരചന, വട്ടപ്പാട്ട്, കോൽക്കളി, നാടകം തുടങ്ങിയ വിവിധ ഇനം മത്സരങ്ങൾ 23 വേദികളിലായി ആദ്യ ദിനം അരങ്ങേറി. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 10-ന് KV അബ്ദുൽ ഖാദർ MLA നിർവഹിക്കും. 95 സ്കൂളുകളിൽ നിന്ന് 4000-ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പാവറട്ടി മണ്ഡലം സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KB ജയറാം ഉദ്ഘാടനം ചെയ്തു. പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം മണ്ഡലം പ്രസിഡന്റ് PL മത്തായി അധ്യക്ഷനായി. AT ആൻഡോ, PK ജോസ്, NM ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് പോലീസും ചേർപ്പ് എക്സൈസും നടത്തിയ സംയുക്ത റെയ്ഡിൽ മേഖലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന 3 പേരെ പിടികൂടി. മൊത്തവിതരണം നടത്തുന്ന പാറക്കോവിൽ പെരുമ്പറമ്പിൽ അനൂപ്, പാറളം കോടഞ്ഞൂർ ഹാഷ്മി നഗർ മാളിയേക്കൽ ജോസ്, പാറക്കോവിൽ പെരുമ്പറമ്പിൽ ഗോപി എന്നിവരാണ് അറസ്റ്റിലായത്.
മേഖലയിലെ പാലയ്ക്കൽ, അമ്മാടം, വെങ്ങിനിശ്ശേരി, വല്ലച്ചിറ, കരുവന്നൂർ, പെരിങ്ങോട്ടുകര എന്നിവിടങ്ങളിൽ കടകളിലെത്തിച്ചാണ് അനൂപ് വിൽപ്പന നടത്തിയിരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വാഹനത്തിൽ എത്തിച്ചാണ് അനൂപ് പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത്. തിരുവത്ര ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും നടന്നു. മണത്തല ഐനിപ്പുള്ളി ശ്രീ സുബ്രഹ്മണ്യ ശാസ്താമംഗല ക്ഷേത്രത്തിൽ നിന്ന് താലം, ഉടുക്കുപാട്ട്, പഞ്ചവാദ്യം, പാലക്കൊമ്പ് എന്നിവയുടെ അകമ്പടിയോടെ തിരുവത്ര ശിവക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും ഉണ്ടായി. പ്രസിഡന്റ് പി ഡി ജയൻ, സെക്രട്ടറി എം ജി കിരൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. എടക്കഴിയൂർ പഞ്ചവടി ശ്രീ ശങ്കരനാരായണ അയ്യപ്പ ഭജനാ സംഘത്തിന്റെ നേതൃത്വത്തിൽ അയ്യപ്പൻ വിളക്കും അന്നദാനവും നടന്നു. മുട്ടിൽ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നിന്ന് അനേകം താലങ്ങളും പഞ്ചവാദ്യം, പാലക്കൊമ്പ് എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പുമുണ്ടായി. ഭാരവാഹികളായ ടി എ അർജുനൻ, രാജൻ ചന്ദ്രൻ, മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാപ്രാണത്ത് 2 വീടുകളിൽ നിന്നായി പാമ്പുകളെ പിടികൂടി. പാടത്തിപ്പറമ്പിൽ സന്തോഷ്, ചിറയിൽ മേൽ ശശിധരൻ എന്നിവരുടെ വീടുകളിൽ നിന്നാണ് പാമ്പുകളെ പിടികൂടിയത്. ഉഗ്രവിഷമുള്ള അണലിയെയും മൂർഖനെയും സി എ ബഷീറാണ് പിടികൂടിയത്. SFI കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം ഈ മാസം 12-ന് നഗരസഭാ ടൗൺ ഹാളിൽ നടക്കും. സ്വാഗത സംഘം രൂപവൽക്കരണ യോഗത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. SFI ഏരിയ പ്രസിഡന്റ് KM അഫ്സാദ് അധ്യക്ഷനായി. പാലത്തിന് നടുവിലുള്ള തകർന്ന സ്ലാബ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മാറ്റിസ്ഥാപിച്ചു. വടക്കേക്കാട് പഞ്ചായത്തിലെ കൊച്ചനൂർ സെന്ററിൽ നിന്ന് വടക്കേക്കാട് ഭാഗത്തേക്ക് വരുന്ന റോഡിലെ പാലത്തിലെ നടുവിലുള്ള സ്ലാബാണ് തകർന്നിരുന്നത്. പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടികളും എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ ശ്രമദാനത്തിനായി എത്തിയത്. ഷക്കീർ, മൊയ്തൂട്ടി, രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാള വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം തുടരുന്നു. 1ാം ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാമ്പ്ര യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്കൂളുമാണ് മുന്നേറുന്നത്. UP LP വിഭാഗത്തിൽ കാടുകുറ്റി LAI സ്കൂളാണ് മുന്നിൽ. കലോത്സവം ബുധനാഴ്ച സമാപിക്കും. ഹരിതകേരളം പദ്ധതിയുടെ വിജയത്തിൽ മാർഗരേഖയുമായി ചാവക്കാട് നഗരസഭാ കൌൺസിൽ. ഇതിന്റെ ഭാഗമായി ഡിസംബർ 8-ന് പ്ലാസ്റ്റിക് ഹർത്താൽ നടത്താനും 11-ന് ശുചിത്വ യജ്ഞത്തിന്റെ തുടക്കം കുറിക്കുവാനും തീരുമാനം. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സ്കൂളിലെ NSS വോളണ്ടിയർമാരും മാലിന്യം കെട്ടിക്കിടക്കുന്ന മുനിസിപ്പൽ മത്സ്യമാംസ മാർക്കറ്റ് ശുചീകരിക്കും. ചന്തമുള്ള ചാവക്കാട് പദ്ധതിയുടെ ഭാഗമായി താലൂക്ക് ഓഫീസ് മതിൽ പെയിന്റടിച്ച് മനോഹരമാക്കുവാനും തീരുമാനിച്ചു. പുനരുപയോഗത്തിന് സാധ്യമായതും വീടുകളിൽ ഉപയോഗിക്കാത്തതുമായ ഇലക്ട്രോണിക്, മൊബൈൽ, വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, സ്കൂൾ ബാഗുകൾ തുടങ്ങിയ സാധനങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച് ആവശ്യക്കാർക്ക് നൽകും. നഗരസഭാ ചെയർമാൻ NK അക്ബർ അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ്, പ്രതിപക്ഷ നേതാവ് KK കാർത്തിയാനി, KS ബാബുരാജ്, ഹിമ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബന്ധുവിന് നിലം നികത്താൻ പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിന്നുവെന്നാരോപിച്ചായിരുന്നു മാർച്ച്. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് PS അനിൽകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിനു ചേറാക്കൽ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി PG വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഡോൺ ബോസ്കോ ഹൈസ്കൂളിൽ ഡോൺ മീറ്റ് 2016 എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ഫാദർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. പാവനാത്മ പ്രൊവിൻസ് എഡ്യൂക്കേഷണൽ കൌൺസിലർ സിസ്റ്റർ ജ്യോതിസ് അധ്യക്ഷയായി. കൊടകര ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ G ആലപ്പാട്ട്, ഫാദർ നൌജിൻ വിധേയത്തിൽ, പ്രധാന അധ്യാപിക സിസ്റ്റർ ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിൽ സംസ്കാരം നടന്നുകൊണ്ടിരിക്കെ KSEBക്കാർ ശ്മശാനത്തിന്റെ ഫ്യൂസ് ഊരി. നഗരസഭയുടെ ചൂൽപ്പുറത്തുള്ള വാതക ശ്മശാനത്തിന്റെ ഫ്യൂസാണ് കുടിശ്ശികയുടെ പേരിൽ KSEBക്കാർ ഊരിയെടുത്തത്. 1 മാസത്തെ ബിൽ തുകയായ 12,000 രൂപയാണ് അടയ്ക്കാനുണ്ടായിരുന്നത്. വാതകം ഉപയോഗിച്ചാണ് ദഹിപ്പിക്കൽ നടക്കുന്നത് എങ്കിലും മോട്ടോറിന്റെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം വൈദ്യുതിയിലാണ്. KSEB ഫ്യൂസ് ഊരിയതിനെ തുടർന്ന് ജനറേറ്റർ ഉപയോഗിച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ 11-ന് കപ്പിയൂർ സ്വദേശിനി
മന്നക്കാട്ട് അമ്മിണിയുടെ സംസ്കാരം നടന്നുകൊണ്ടിരിക്കെയാണ് ഫ്യൂസ് ഊരിയത്. പിന്നീട് 2 സംസ്കാരങ്ങൾ കൂടി ജനറേറ്റർ ഉപയോഗിച്ച് നടത്തി. വൈകിട്ട് 4:30 KECB വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചത്. ചേറ്റുവ പുഴയിൽ ഊന്നുവലയിട്ട് മത്സ്യബന്ധനം നടത്തുന്നതിനിടെ വള്ളം മുങ്ങി മത്സ്യവും വലകളും നഷ്ടപ്പെട്ടു. ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം. ചേറ്റുവ ചിപ്ലിമാട് സ്വദേശി പള്ളിപ്പറമ്പിൽ രാജുവിന്റെ വള്ളമാണ് സമീപത്തുകൂടെ ബോട്ട് കടന്നുപോയതിന്റെ ഓളത്തിൽ മുങ്ങിയത്. 350ഓളം കിലോ ചെമ്മീൻ, കൈവശമുണ്ടായിരുന്ന 2000 രൂപ, വല എന്നിവ പുഴയിൽ നഷ്ടപ്പെട്ടു. പുഴയിൽ മുങ്ങിത്താണ രാജുവിനെ മറ്റു വള്ളത്തിലെ തൊഴിലാളികൾ എത്തി രക്ഷപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ എന്റെ കേരളം പദ്ധതിയുടെ ഭാഗമായി വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ വിളംബര ഘോഷയാത്ര നടന്നു. കരിമന്തല സെന്ററിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പഞ്ചായത്ത് പ്രസിഡന്റ് രതി എം ശങ്കർ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് ടാക്സി സ്റ്റാൻഡിൽ നടന്ന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സണ്ണി വടക്കൻ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ KV വേലുകുട്ടി, ഷീലാചന്ദ്രൻ, സജാ സാദത്ത് തുടങ്ങിയവർ സംസാരിച്ചു. BMS കുന്നംകുളം മേഖലാ സ്പെഷ്യൽ കൺവെൻഷൻ നടന്നു. ജില്ലാ പ്രസിഡന്റ് AC കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KK തിലകൻ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സേതു തിരുവെങ്കിടം മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ AS പ്രേമരാജ്, MC ബാബുരാജ്, KV തങ്കമണി തങ്കം തുടങ്ങിയവർ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിത കേരള മിഷൻ പദ്ധതിയുടെ സംഘാടക സമിതി യോഗം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ MR സുഭാഷിണി ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV അശോകൻ അധ്യക്ഷനായി. CDS ചെയർപേഴ്സൺ മെഹറുനിസ, പരന്തൻ ദാസൻ, ഇർഷാദ് K ചേറ്റുവ തുടങ്ങിയവർ സംസാരിച്ചു. തലപ്പള്ളി താലൂക്ക് ഗവൺമെന്റ് കോൺട്രാക്ടർമാർ സമരത്തിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുതിയ നിരക്ക് പഴയ നിരക്കിനേക്കാൾ 35% സർക്കാർ കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് തലപ്പള്ളി താലൂക്കിലെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ടെൻഡറുകൾ ബഹിഷ്കരിച്ച് സമരം ചെയ്യാൻ കോൺട്രാക്ടർമാർ തീരുമാനമെടുത്തത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ടാർ, സിമന്റ്, കമ്പി, മെറ്റൽ, ക്രഷർ സാൻഡ് എന്നിവ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളുടെ വില ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതും ഇവ ആവശ്യത്തിന് ലഭിക്കാതിരിക്കുന്നതും കൂലി വർധനയും പ്രവർത്തികൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് കരാറുകാർ പറയുന്നു. നിലവിൽ ഉള്ള ടെൻഡർ പിടിക്കാൻ കാരണം ഇപ്പോഴത്തെ റേറ്റും സാമ്പത്തിക പ്രശ്നവും. പിന്നെ ഇതിൽ നിലവിൽ ഈ പഞ്ചായത്ത് ടാർ എടുത്തരാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ജിയോ ഓർഡർ ഉണ്ട്. ഒരു പഞ്ചായത്തും അതിന് തയ്യാറാവണില്ല. പിന്നെ നിലവിൽ ഈ ടാർ എടുത്തരാൻ പഞ്ചായത്തുകൾ തയ്യാറാവുകയാണെന്ന് വെച്ചാൽ ഒരു 50% ഇതിനെ വിജയിപ്പിക്കാൻ കഴിയും. അത് ഒരു പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും തയ്യാറാവണില്ല. തലപ്പള്ളി താലൂക്കിൻ്റെ ഒരു പഞ്ചായത്തുകൾ വർക്ക് എടുക്കണില്ല. ഇത്തരത്തിൽ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ 35% നിരക്ക് കുറച്ചത് മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. റോഡ് നിർമ്മാണങ്ങൾക്ക് ടാർ വാങ്ങുന്നതിന് പഞ്ചായത്തുകൾക്ക് 30 ലക്ഷം രൂപ വരെ സർക്കാരിൽ നിന്ന് വാങ്ങിത്തരാൻ കഴിയുമെന്നിരിക്കെ എഞ്ചിനീയർമാർ ഇതിന് തയ്യാറാകാത്തതും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്ന് കരാറുകാർ പറയുന്നു. ഇതിനിടയിൽ വന്ന നോട്ട് പ്രതിസന്ധിയും മേഖലയെ ബാധിച്ചു. ഭൂരിഭാഗം നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും അക്കൗണ്ടുകൾ സഹകരണ ബാങ്കുകളിലാണ്. ഇവിടെ നിന്ന് ആവശ്യത്തിന് പണം പിൻവലിക്കാൻ കഴിയാത്തതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കാൻ ഇടയാക്കി. കൂലി നൽകാൻ കഴിയാത്തതിനാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയതിനാൽ മുൻപ് നടത്തിയിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. വെട്ടിക്കുറച്ച നിരക്ക് ഉയർത്തുന്നതുവരെ ത്രിതല പഞ്ചായത്തുകളിലെ ടെൻഡർ വർക്കുകൾ എടുക്കാതെ സമരം ചെയ്യാനാണ് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് തലപ്പള്ളി താലൂക്ക് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച നടന്ന ടെൻഡർ നടപടികൾ ഗവൺമെന്റ് കോൺട്രാക്ടർമാർ ബഹിഷ്കരിച്ചു. TCV എരുമപ്പെട്ടി. ഇടവേള. വാർത്തകളിലേക്ക്. വെട്ടുകാട് അമ്പിളിക്കുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ കോഴി ഫാമിനെതിരെ നാട്ടുകാർ രംഗത്ത്. കോഴി ഫാമിലേക്ക് ചകിരിച്ചോറുമായി വന്ന വാഹനം നാട്ടുകാർ തടഞ്ഞു. ഉല്ലൂർ പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. മണലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJP BDJS കൂട്ടുകെട്ട് നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെ LDF മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാനാണിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീത ഗണേഷ് അധ്യക്ഷയായി. ധർണയിൽ CPM മണലൂർ ഏരിയ സെക്രട്ടറി TV ഹരിദാസ്, CPI മണലൂർ മണ്ഡലം സെക്രട്ടറി KV വിനോദൻ, MR മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികളും നേതാക്കളും ധർണയിൽ പങ്കെടുത്തു. നോട്ട് പ്രതിസന്ധി പരിഹരിക്കുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടോൾ കമ്പനി ഓഫീസ് ഉപരോധിച്ചു. ഡിവൈഎഫ്ഐ ഉല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേക്കരയിൽ നിന്ന് പ്രകടനവുമായി എത്തിയാണ് പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചത്. ഡിവൈഎഫ്ഐ ഉല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PB അനൂപ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി റിക്സൺ പ്രിൻസ് അധ്യക്ഷനായി. EN അനിൽകുമാർ, KR സെബി, ശരത് ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു.
3 കോടി രൂപ ചെലവഴിച്ച വേലൂർ റോഡ് നിർമ്മാണം കഴിഞ്ഞ് 3 ദിവസം പിന്നിടുമ്പോഴേക്കും തകർന്നു തുടങ്ങി. നിർമ്മാണത്തിലെ അഴിമതിയും അപാകതയുമാണ് റോഡ് തകരാൻ ഇടയാക്കുന്നതെന്നാരോപിച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് 8 കോടി രൂപ ഉപയോഗിച്ച് എരുമപ്പെട്ടി മുതൽ വേലൂർ പോസ്റ്റ് ഓഫീസ് വരെ റോഡിന്റെ നിർമ്മാണം നടത്താനാണ് പദ്ധതി തയ്യാറാക്കിയിരുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്റർ മുതൽ തയ്യൂർ ചെമ്മൺചിറ വരെ 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ ടാറിംഗ് നടത്തിയിരിക്കുന്നത്. എന്നാൽ നിർമ്മാണം കഴിഞ്ഞ് 3 ദിവസം പിന്നിടുമ്പോഴേക്കും റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നിരിക്കുകയാണ്. ശരിയായ അളവിൽ മെറ്റലും ടാറും ഉപയോഗിക്കാതിരുന്നതാണ് റോഡ് തകരാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവമറിഞ്ഞ സ്ഥലത്തെത്തിയ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന രാമചന്ദ്രൻ, വാർഡംഗം LC യൂസേഫ്, പ്രതിപക്ഷ നേതാവ് PK ശ്യാംകുമാർ എന്നിവർ നിർമ്മാണത്തിലെ അപാകത ഉടൻ പരിഹരിക്കണമെന്നും അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത റോഡരികിലെ വീട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. വീതികൂട്ടലിന്റെ ഭാഗമായി പല വീടുകളുടെയും ചുമരിനോട് ചേർന്നാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഉയരം കൂട്ടിയപ്പോൾ റോഡരികിലെ വീടുകൾ കുഴിയിലായിരിക്കുകയാണ്. ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തുടരുന്നു. സംഗീതോത്സവം 10 ദിവസം പിന്നിട്ടതോടെ 2000-ഓളം പേർ സംഗീതാർച്ചന നടത്തി. വിശേഷാൽ കച്ചേരിയിൽ 3 മണിക്കൂറോളം മുരളീനാദമായിരുന്നു. മാല ചന്ദ്രശേഖർ, KH ജയന്ത്, മൈസൂർ ചന്ദൻകുമാർ എന്നിവരാണ് ഓടക്കുഴലിൽ മാസ്മരിക സംഗീതം തീർത്തത്. പാലപ്പിള്ളി വലിയകുളം ആറലംപാടിക്ക് സമീപം കുട്ടിയാനയുടെ ജഡം കണ്ടെത്തി. ഹാരിസൺ മലബാർ തോട്ടത്തിന് സമീപം വനാതിർത്തിയിലാണ് ആനക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത്. 2 വയസ്സ് പ്രായമുള്ള കുട്ടിക്കൊമ്പനാണ് ചെരിഞ്ഞത്. ജഡത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ആനക്കുട്ടിയെ കോന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ വെറ്റിനറി ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് സംഭവസ്ഥലത്ത് തന്നെ സംസ്കരിച്ചു. ചാലക്കുടി DFO കീർത്തി, പാലപ്പള്ളി റേഞ്ച് ഓഫീസർ P ജലീൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആന ചെരിഞ്ഞതിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തികൾക്ക് സർക്കാർ അനുമതി നൽകി തുക പാസായിട്ടും അന്തിക്കാട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുവാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. ഗീതാഗോപി MLAയുടെ ആസ്തി വികസന ഫണ്ട് 50 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവർത്തികൾക്ക് സർക്കാർ അനുമതി നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ ഇനിയും നടപടി കൈക്കൊണ്ടിട്ടില്ല. ഒക്ടോബർ 13-ന് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനം അന്തിക്കാട്ടെ ചെത്തുതൊഴിലാളി സഹകരണ സംഘത്തിന്റെ 1-ാം നിലയിലേക്ക് മാറ്റിയിരുന്നു. ഓടുകൾ ഇളകിയും മരങ്ങൾ പലതും ദ്രവിച്ചും ഭീഷണിയായി നിൽക്കുന്ന കെട്ടിടം ഇനിയും പൊളിച്ചു മാറ്റാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉള്ളത്. മുല്ലശ്ശേരി ഉപജില്ലാ കലോത്സവം പാവറട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ തുടങ്ങി. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് 2000-ലേറെ പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 10-ന് കലോത്സവം മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് NP ഖാദർ മോൻ അധ്യക്ഷനായിരിക്കും. ആദ്യ ദിവസം രചനാ മത്സരങ്ങളും 1 മത്സരാർത്ഥി മാത്രമുള്ള കലാമത്സരങ്ങളുമാണ് നടന്നത്. ബുധനാഴ്ച വൈകിട്ട് കലോത്സവം സമാപിക്കും. ചാലക്കുടി ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയം നിർമ്മാണ സംഘാടക സമിതി യോഗത്തിൽ നിന്ന് ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ ഇറങ്ങിപ്പോയി. നഗരസഭ ജൂബിലി ഹാളിൽ നടന്ന യോഗമാണ് UDFന്റെ നേതൃത്വത്തിൽ ബഹിഷ്കരിച്ചത്. പൊതുസമൂഹവും വിദ്യാഭ്യാസ കായിക വിദഗ്ധരുമായി ആലോചിക്കാതെ തീരുമാനം കൈക്കൊണ്ട LDF ഭരണസമിതിയുടെ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു ബഹിഷ്കരണം. ചെയർപേഴ്സൺ സംഘാടക സമിതി രൂപീകരണത്തിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആക്ഷൻ കൌൺസിൽ പ്രവർത്തകർ എതിർവാദങ്ങളുമായി എഴുന്നേറ്റു. നാട്ടുകാരുടെ അഭിപ്രായം മാനിക്കാതെ എടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല എന്നും സംഘാടക സമിതി രൂപീകരിക്കാൻ മാത്രമാണ് യോഗം വിളിച്ചതെന്നും വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ വ്യക്തമാക്കി. ഇതോടെ ഭൂരിഭാഗം പേരും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഏകാദശി ഉത്സവത്തിന് കൊടിക്കയറി. ക്ഷേത്രം തന്ത്രി പട്ടംതിരുത്തി മേക്കാട് ശങ്കരൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 9-ന് ആനച്ചമയ പ്രദർശനം നടക്കും. ഈ മാസം 10-നാണ് പ്രസിദ്ധമായ ഏകാദശി ആഘോഷം. ഏകാദശിക്ക് രാവിലെ നടക്കുന്ന ശീവേലിക്കും വൈകിട്ടുമുള്ള കാഴ്ച ശീവേലിക്കും 15 ആനകളെ അണിനിരത്തും. കാഴ്ച ശീവേലിയുടെ ഭാഗമായി വർണ്ണശബളമായ കുടമാറ്റം നടക്കും. 12-ന് ആറാട്ടോടെ ഏകാദശി ഉത്സവം സമാപിക്കും. ഏകാദശി വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രകലകളുടെ അവതരണവും അന്നദാനവും ഉണ്ടാകും. ജയലളിത പ്രശ്നത്തെ തുടർന്ന് കേരള അതിർത്തിയായ മലക്കപ്പാറയിൽ പോലീസ് അതീവ ജാഗ്രത പുലർത്തി തുടങ്ങി. ചെക്ക് പോസ്റ്റിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. അതിർത്തിക്കപ്പുറത്ത് തിങ്കളാഴ്ച ഉച്ചയോടെ ഹർത്താലിന്റെ പ്രതീതിയായി. ചൊവ്വാഴ്ച രാവിലെ മുതൽ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ വെച്ച് വിനോദസഞ്ചാരികളെ തിരിച്ചയക്കാനാണ് പോലീസും വനപാലകരും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി പ്രത്യേകം പോലീസുകാരെ ചെക്ക് പോസ്റ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മലക്കപ്പാറ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന 10 KAP അംഗങ്ങളെ താൽക്കാലികമായി പുതിയ സംഭവ വികാസങ്ങളെ നേരിടുന്നതിന് ഉപയോഗിക്കുമെന്ന് ചാലക്കുടി ഡിവൈഎസ്പി പി വാഹിദ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. KSRTCയുടെ പുതിയ സ്മാർട്ട് കാർഡ് സമ്പ്രദായം നടപ്പാക്കൽ വേണ്ടത്ര പഠനം നടത്താതെയെന്ന് വിലയിരുത്തൽ. സ്മാർട്ട് കാർഡ് പ്ലാനുകളിൽ ഏറെ അപാകതകൾ. പ്രഖ്യാപിച്ച വിലയേക്കാൾ ഗ്യാസ് സിലിണ്ടറിന് കൂടുതൽ തുക ഈടാക്കുന്നുവെന്ന പരാതി പരിശോധിക്കുമെന്ന് ഗ്യാസ് കമ്പനി അധികൃതർ. TCV ഫോളോ അപ്പ്. പഴുവിൽ പാലത്തിൽ അനുദിനം വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്കും അപകടങ്ങളും ഒഴിവാക്കാൻ അടിയന്തര യോഗത്തിൽ തീരുമാനം. ഗീതാഗോപി MLAയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. കോൺഗ്രസ് പ്രവർത്തകർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉപരോധ സമരം നടത്തി. നോട്ട് റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും നോട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു സമരം. കൊടകര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങളെത്തി. ആഘോഷത്തിൽ പങ്കെടുത്തത് 19 കാവടി സെറ്റുകൾ. ഗ്രാമവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.